നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. അങ്ങനെ അക്കാര്യം കൺഫേംഡ് ആവുകയാണ്. മെസ്സി ഉണ്ടാവില്ല, ഈ കളിക്ക് മെസ്സി ഉണ്ടാവില്ല. DC യുണൈറ്റഡുമായിട്ട് MLS-ൽ ഇന്ന് ഇന്റർ മയാമി കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാണ് ആ കളി. ആ കളിക്ക് ലിയോ മെസ്സി ഉണ്ടാവില്ല, ജോഡി ആൽബ ഉണ്ടാവില്ല. ഈ രണ്ടുപേരും കൂടാതെ ഇപ്പോൾ അലൻ ഒബാൻഡോയും ഉണ്ടാവില്ല എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. സോ അത് കൂടാതെ തന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ബാൽത്തസാർ റോഡ്രിഗസും ഡൗട്ട്ഫുള്ളാണ്. അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പം ഒബാൻഡോയും ബാൽത്തസാറും അവരുടെ സൈനിങ് യഥാർത്ഥത്തിൽ വളരെ പത്തറ്റിക് ആണെന്ന് പറയേണ്ടി വരും. 6 മാസത്തിനുള്ളിൽ 2 കളികൾ തുടർച്ചയായിട്ട് പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. ഇഞ്ചോർഡാണ്. സോ അടുത്ത വർഷം ക്ലബിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം. ഇപ്പോൾ ഏതായാലും മെസ്സിയും ആൽബയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൺഫേംഡ് ആണ് എന്ന് പറയുമ്പോൾ ഹാവിയർ മഷ്രാനോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അത് പറഞ്ഞതാണ്. DC യുണൈറ്റഡുമായിട്ടുള്ള കളിക്ക് അവർ ട്രാവൽ ചെയ്യുന്നില്ല. ഹാവിയർ മഷ്രാനോ മെസ്സിയുടെ കാര്യത്തിൽ കൺഫർമേഷൻ തന്നത് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം ഓർലാൻഡോ സിറ്റിക്കെതിരെ ലീഗ്സ് കപ്പിൻ്റെ സെമി ഫൈനലാണ്. ഓർലാൻഡോ സിറ്റിക്കെതിരെ ഈ സീസണിൽ കളിച്ച 2 കളികളും വലിയ മാർജിനിൽ ഇന്റർ മയാമി പൊട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജന്റീൻ സൂപ്പർ താരത്തെ അവർക്ക് ആ കളിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളിലുള്ള മെസ്സിയെ ഇന്നത്തെ DC യുണൈറ്റഡുമായിട്ടുള്ള കളിയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അടുത്ത കളിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്ന് ഹാവിയർ മഷ്രാനോ കൺഫേം ചെയ്യുന്നു. ലിയോ മെസ്സിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അതിൻ്റെ കാരണം പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് വെനസ്ഡേ. അടുത്ത കളി വെനസ്ഡേ നടക്കാനുള്ള കളി, നമുക്കത് വ്യാഴാഴ്ച പുലർച്ചെയാണ്. ആ കളിയുടെ പ്രാധാന്യം കൊണ്ടാണ് താരത്തെ കളിപ്പിക്കാത്തത് എന്നിപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഒപ്പം തന്നെ ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഏത് കളിക്കാരനാണെങ്കിലും തുടരെ കളിക്കേണ്ട ഒരവസ്ഥയുണ്ട് എന്നുകൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ജോഡി ആൽബയുടെ കാര്യത്തിൽ, ജോഡി ആൽബക്ക് ടൈഗ്രസിനെതിരെയുള്ള കളിക്കിടയിലാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും ഈ മത്സരത്തിന് ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് ഒരു നോക്ക് ലഭിച്ചത്. സോ അദ്ദേഹം കളിക്കാനുണ്ടാവില്ല. നന്നായിട്ട് സ്വെല്ല് ചെയ്തിട്ടുണ്ട് എന്നുകൂടി, ആ ഏരിയയിൽ നന്നായിട്ട് സ്വെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ അദ്ദേഹം ഈ മത്സരം കളിക്കില്ല എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമി 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 24 കളികളിൽ നിന്ന് 45 പോയിൻ്റാണ് മെസ്സിയുടെ ഇന്റർ മയാമിക്കുള്ളത്. ഇനി 3 കളികളെങ്കിലും മറ്റു ടീമുകളേക്കാൾ അവർ കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരും മത്സരങ്ങളിൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏതായാലും കാത്തിരിക്കാം. ഇന്നത്തെ കളിക്ക് വേണ്ടി മെസ്സിയില്ല, ആൽബയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.